2024 ഒന്നാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, നുലവ്വിനു നിറം കൊടുക്കാം. താഴെ 3 ചിത്രങ്ങളുണ്ട്. അവയ്ക്ക് ഏതൊക്കെ നിറം കൊടുക്കണമെന്നത് അടിയിൽ എഴുതിയിട്ടുണ്ട്. പഴത്തിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് അസ്ഫർ എന്നാണ്. അസ്ഫർ മഞ്ഞ നിറമാണ് അല്ലേ? അപ്പോൾ പഴത്തിന് മഞ്ഞ നിറം കൊടുക്കുക. പിന്നെ പൂവിനോ അഹ്മർ ചുവപ്പ്, പൂവിന് ചുവന്ന നിറം കൊടുക്കുക. കൂട്ടത്തിൽ ഇലക്ക് പച്ച നിറം കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇലയുടെ അടിയിൽ അഹ്ലർ എന്നുണ്ടല്ലേ? അഹ്ലർ എന്നാൽ പച്ച, അപ്പോൾ ഇലക്ക് പച്ച നിറം കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇതിലെ എ ക്വസ്റ്റ്യൻ ആണ്. ഒന്നിലെ എ, ഇനി ഒന്നിലെ ബി. എന്താണ് ചെയ്യേണ്ടത്? പിന്നെ നെഖ്താറു ഷാദ എന്നുള്ളത്. നെഖ്താറു ഷാദ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടുപിടിക്കണം. ഓഡ് 1 കണ്ടുപിടിക്കുക. ഇവിടെ കുറേ വാക്കുകളുണ്ട്. സയ്യാറത്തുൻ, ഷാഹിനത്തുൻ, ദറാജത്തുൻ, കുറത്തുൻ. ഇതിൽ ഷാദ ഏതാണ്? കുറത്താണല്ലേ? ബാക്കിയുള്ള 3 വാഹനങ്ങളാണ്. കുറത്ത് മാറ്റമാണ്, അതുകൊണ്ട് കുറത്താണ് അവിടെ ശരി ഉത്തരം. അതിൻ്റെ നേരെ ടിക്കിട്ടാൽ മതി. പിന്നെയോ ഇവിടെ ഫീലുൻ, ടിത്തുൻ, ബത്തൊത്തുൻ, കൽബുൻ. ഇവയിൽ ബത്തൊത്താണ് ഷാദ്, ഓഡ് 1 കൂട്ടത്തിൽപ്പെടാത്തത്. കാരണം മറ്റുള്ളവയൊക്കെ മൃഗങ്ങളാണ്, ബത്തൊത്ത് മാത്രം താറാവ് അല്ലേ, പക്ഷിയാണ്. അപ്പം അതിന് ബത്തൊത്തുൻ എന്ന ആ വാക്കിൻ്റെ നേരെ ടിക്ക് ചെയ്യുക. ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഈ ചിത്രങ്ങളുടെ പേരുകൾ താഴെ എഴുതണം. താഴെ ഒരു അക്ഷരം പൂരിപ്പിച്ചാൽ മതി. 2 അക്ഷരം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതക്ഷരമാണ് ഇവിടെ നിന്നും എടുക്കേണ്ടത് എന്ന് നോക്കുക. ഈ പഴത്തിന് എന്താ പറയുക? മൗസുൻ. മൗസുൻ എന്ന് പറയാൻ ഈ 3 അക്ഷരങ്ങളിൽ ഏതാണ് വെക്കേണ്ടത്? മാ എന്നാണോ, മീ എന്നാണോ, മൂ എന്നാണോ? മായാണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? മാ എന്നിവിടെ എഴുതുക. ഓക്കെ, അങ്ങനെ അത് കഴി. ഇനി അടുത്തത് ഇതെന്താണ്? കലമാണ് അല്ലേ, പേന. ഏതാണ് വെക്കേണ്ടത്? ഇവിടെ ല മുൻ എന്നിവിടെ ഉണ്ട്. ആദ്യത്തെ അക്ഷരമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അത് ഇവിടെ ഉണ്ട് അല്ലേ? ഏത് കാഫാണ്? ആദ്യത്തെ കാഫാണോ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഖാഫാണോ, അല്ലെങ്കിൽ ല എന്നാണോ? നമ്മൾ ഇതാണ് എഴുതേണ്ടത് അല്ലേ? ഖാഫ്, ക. ആ ഖാഫ് ഇവിടെ എഴുതുക. കലമുൻ. ഇനി അടുത്തത് ഇതെന്താണ്? ബലൂണാണ് അല്ലേ? അപ്പോൾ ബലൂണിന്റെ പേര് എഴുതാനല്ല, പിന്നെ എന്താ ചെയ്യേണ്ടത്? ബലൂൺ എണ്ണി നോക്കുക. എത്ര ബലൂണാണുള്ളത്? 3. അപ്പൊ നമ്മൾ ഇവിടുന്ന് 3 എന്ന സംഖ്യ എടുത്തെഴുതണം. ഇതിൽ ഒന്നാമത്തെ കള്ളിയിലുള്ളത് 5 ആണ് അല്ലേ? രണ്ടാമത്തെ കള്ളിയിലുള്ളത് 4 ആണ്. മൂന്നാമത്തെ കള്ളിയിലുള്ളതാണ് 3. അതുകൊണ്ട് ഈ 3 എന്ന് ഇവിടെ എഴുതുക. ഇനി ഇവന്റെ പേര് എഴുതണം. ഇതാരാണ്? കുരങ്ങനാണ് അല്ലേ? മങ്കി. മങ്കിക്ക് എന്താ പറയുക? ഇവിടെ 3 പേരുണ്ട്, അതിലേതാണെന്ന് നോക്കുക. ലബിയുൻ. ലബിയുൻ എന്നാൽ മാനാണ് അല്ലേ? അസദുൻ. അസദ് സിംഹം. കിർദുൻ. അപ്പൊ ഇതാണ് ശരി ഉത്തരം അല്ലേ? കിർദുൻ, കുരങ്ങൻ. അപ്പൊ കിർദുൻ എന്നിവിടെ എഴുതുക. പിന്നെ ഇനി അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു വാക്ക് കൊടുത്തിരിക്കുന്നു അല്ലെ? മറ്റൊരു ചിത്രം. പുസ്തകമാണ് അല്ലേ? പുസ്തകത്തിന് എന്താ പറയുക? ഈ 3 വാക്ക് നോക്കൂ. ഒന്നാമത്തത് കതബ, കിതാബുൻ, കബാബുൻ. ഏതാ ശരി? കിതാബാണ് അല്ലേ? അതുകൊണ്ട് ഇവിടെ കിതാബുൻ എന്ന് എഴുതുക. അടുത്ത ചോദ്യം യോജിപ്പിക്കാനാണ്. കൂട്ടാതെ എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള വാക്കുകളൊക്കെ ഓരോ അക്ഷരങ്ങളായിട്ട് കൂട്ടാതെ എഴുതിയതാണ്. ഇവിടെയോ? ഇവിടെ ചേർത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? കൂട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചേർക്കാതെ എഴുതിയതിനെ ചേർത്ത് എഴുതിയതിലേക്ക് യോജിപ്പിക്കുക. ഒരു വര വരയുക. ഇത് ഷംസുൻ എന്നാണ് ഒന്നാമത്തെ വാക്ക്. അതിനെ എങ്ങോട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്? ഷംസുൻ എന്ന് ചേർത്ത് എഴുതിയതിലേക്ക് ഒരു വര വരഞ്ഞിരിക്കുന്നു. അതേപോലെ മറ്റുള്ളവയും അങ്ങനെ വരക്കാം. ഇവിടെ ഇതേതാണ്? ബദഅയാണ് അല്ലേ? ബദഅ എന്നതിൽ നിന്നും എങ്ങോട്ട് വരക്കണം? ഇതാ ഇവിടെ ഉണ്ട് അല്ലേ? ബദഅ. അപ്പോൾ ഈ ബദഅയിൽ നിന്നും ഈ ബദഅയിലേക്ക് വരക്കുക. അതേപോലെ ഫതഹ. ഫതഹ എവിടെ? ഫതഹ നമുക്ക് മേലെ കാണാം. ഈ ഫതഹയിൽ നിന്നും ഈ ഫതഹയിലേക്ക് വരക്കുക. പിന്നെ നാമ. നാമ ഇവിടെ ഉണ്ട് അല്ലേ? നാമയിൽ നിന്നും കൂട്ടി എഴുതിയ നാമയിലേക്ക് വരക്കുക. പിന്നെ നസറ. നസറയിൽ നിന്നും എവിടെ നസറ? ഇവിടെ നസറ ഉണ്ടല്ലേ? ഈ നസറയിലേക്ക് വരക്കുക. പിന്നെ ദറസ.
ദറസ ഇവിടെ ഉണ്ട്. അപ്പോൾ ദറസയിലേക്ക് വരക്കുക. ഇനി നുക്മിലു പൂരിപ്പിക്കാം. ഇവിടെ ഒരു മരത്തിന്റെ ചിത്രമുണ്ട്. മരത്തിന് എന്താ പറയുക? ഷജറത്തുനാണ് നമുക്കറിയാം. അപ്പോൾ ജ റാത്തുൻ എന്നവിടെ എഴുതിയിട്ടുണ്ട്, ഷ എന്ന് വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ ആ ഷ അവിടെ എഴുതണം. ഷജറത്തുൻ. ഇവിടെ ഇത് ബോളാണ് അല്ലേ? കുറത്തുൻ എന്നാണ് ബോളിന് പറയുക. കു എന്നവിടെ ഉണ്ട്, റാ എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ കുറത്തുൻ എന്നാകും. ഇതാരാണ്? ജിറാഫ്. അതിനെന്ത് പറയും? സറാഫത്തുൻ. അപ്പോൾ സ ഇല്ല, സ നമ്മൾ അവിടെ എഴുതി ചേർക്കണം. അപ്പൊ സറാഫത്തുൻ എന്നാകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ചിത്രം ആരാണെന്ന് നോക്കുക. ആരാണിത്? അർണബാണ് അല്ലേ? ഇവിടെ ഉണ്ട് അക്ഷരങ്ങൾ. ഏതൊക്കെ അക്ഷരങ്ങളാണ് എഴുതേണ്ടത്? അ റ് ന ബുൻ അല്ലേ? അതിവിടെ എഴുതുക. അർണബുൻ എന്ന് എഴുതിയാൽ മതി. ഇവിടെ നോക്കണമെന്നില്ല, അല്ലാതെ തന്നെ അറിയാമെങ്കിൽ അവിടെ എഴുതുക അർണബുൻ. ഇനി ഇത് എഴുതാനല്ല, ഇനിയുള്ള ചോദ്യങ്ങൾ വായിക്കാനാണ്, പറയാനാണ്. ഇവിടെ ഈ ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഈ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് പറയുക. ഇതിലുള്ള 3 വാക്കുകൾ പറഞ്ഞാൽ മതി. അറിയുന്നത് മുഴുവൻ പറഞ്ഞോളൂ. ഒന്നാമത് ഇവിടെ ഒരു സയ്യാറത്തുണ്ട് അല്ലേ? സയ്യാറത്തുൻ കാറ്. പിന്നെയോ ഇത് മാഷ് ചോദിക്കും, അപ്പോൾ ഇതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഫീലുണ്ട് അല്ലേ? ആന. പിന്നെ ഇതാരാണ്? മരത്തിൻ്റെ മേലെ കുരങ്ങൻ, ടിർദുൻ. പിന്നെയോ മരം അല്ലേ? മരത്തിന് എന്താ പറയുക? ഷജറത്തുൻ. പിന്നെ ഇവിടെ ഇതാ സൈക്കിൾ ഉണ്ടല്ലേ? സൈക്കിളിന് ദറാജത്തുൻ. ലോറി ഇതിവിടെ, ലോറിക്ക് ഷാഹിനത്തുൻ. പിന്നെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, പുഴക്കോ നെഹ്റുൻ. അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നത് ഇതിലുണ്ട്. ഇനി ഇവിടെ എണ്ണണം. ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഇത് എത്രയാണ്? അറബിയിൽ എണ്ണിക്കോളൂ. ഹംസത്തുൻ. എത്രയാ? ഹംസത്തുൻ. ഇതോ സിത്തത്തുൻ 6 അല്ലേ? ഹംസത്ത് 5, സിത്തത്ത് 6. ഇത് എത്രയാണ്? സലാസത്തുൻ 3. ഇത് അർബഅത്തുൻ 4. ഓക്കെ, ഇനി വായിക്കണം. ഇവിടെ ഒരു ബലൂൺ പിടിച്ച് നിൽക്കുന്നുണ്ട് ഒരു കുട്ടി. ബലൂണിലൊക്കെ കുറെ അക്ഷരങ്ങളും വാക്കുകളും എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുക. ഇത് മാഷ് ചോദിക്കുമ്പോൾ വായിച്ചു കൊടുത്താൽ മതി. ഒന്നാമത്തെ ബലൂണിലുള്ളത് ഹസദ. പിന്നെ മീ. ഇതോ ദ്. ഇതോ നഖറ. ദാല്. ഇതോ ഫാസ. ഇതോ സു. ഇതോ ഫ. ഈ വാക്കുകളും അക്ഷരങ്ങളും വായിച്ചു കൊടുക്കുക. ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് മുഴുവൻ മാർക്കും കിട്ടുന്നതാണ്. എ ഗ്രേഡ് ലഭിക്കുന്നതാണ്. നന്നായി പഠിക്കുക, നന്നായി പരീക്ഷ എഴുതുക.